സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. I thank God for this great privilege to have fellowship with you and to share the word of God. ഇന്ന് നിങ്ങളുടെ ആയിരിക്കാനും ദൈവവചനത്തിൽ പങ്കുവയ്ക്കാനും അവസരം ലഭിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Philadelphia Brethren Assembly and all the elders of the assembly for having given me this great opportunity to have fellowship with you and to worship God here and to share the word of God. ഇങ്ങനെ ഇവിടെ നിങ്ങളോട് കൂടി ആയിരിക്കാനും കൂട്ടായ്മയായിരിക്കാനും ദൈവത്തിൽ നിന്ന് പങ്കുവയ്ക്കാനും അവസരം ലഭിച്ചോർത്ത് ഇവിടെയുള്ള എല്ലാ വിശ്വാസികളോടും താമസന്മാരോടുള്ള സ്നേഹവന്ദനങ്ങളും നന്ദി അറിയിക്കുന്നു. Last week Bible study on Wednesday I attended and we could study the Psalm 126 the day. രണ്ടാഴ്ച മുമ്പ് ബുധനാഴ്ച ഇവിടെ ആയിരിക്കാനും ബുധനാഴ്ച വൈകിട്ട് ബൈബിൾ സ്റ്റഡിയിൽ സങ്കീർത്തനത്തിൽ നിന്ന് പഠിപ്പിക്കുവാനും ഉള്ള അവസരമൊക്കെ ലഭിച്ചു. Some of you might have attended that. ചിലർ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കരുതുന്നു. And today we are going to have Bible study for 44 minutes, and within the stipulated time I want to give you the summary of book of Hosea. യെശയ്യ പ്രവചനത്തിൽ നിന്ന് അടുത്ത 40 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. When I was studying the book of Hosea, really I felt a lot of edification and blessing in my heart. ഹോശേയ പ്രവചനത്തിൽ നിന്ന് ഉള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് അത് വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. When I have gone through this book, not one time or two times, many times I have gone through this book. പല പ്രാവശ്യം ഈ പുസ്തകം എനിക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും അവസരം ലഭിച്ചിട്ടുണ്ട്. Because I have tasted it very well. ഇത് എൻ്റെ ജീവിതത്തെ വളരെയേറെ അത് സ്വാധീനിച്ചു. അതുകൊണ്ടാണ്. So when I went through this book, I could understand one great thing about the Lord Jehovah. ജീവനുള്ള ദൈവത്തെക്കുറിച്ച്, യഹോവയായ ദൈവത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. That great thing is goodness and greatness of God. ദൈവത്തിന്റെ മഹത്വത്തെയും അവന്റെ നന്മയെയും കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി. If you also go through this book thoroughly, you can understand goodness and greatness of God. ദൈവത്തിന്റെ നന്മയും ദൈവത്തിന്റെ മഹത്വത്തെയും മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ പുസ്തകം പഠിക്കുകയാണെങ്കിൽ നിങ്ങളെയും സഹായിക്കും. If we know goodness and greatness of God, we will never leave God. ആ ദൈവത്തിന്റെ മഹത്വത്തെയും അത്ഭുതത്തെയും നാം മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും നാം ദൈവസന്നിധിയിൽ നാകുന്നിരിക്കുകയില്ല. We will be with God. നാം എപ്പോഴും ദൈവത്തോട് കൂടെ We worship God. നാം ദൈവത്തെ എപ്പോഴും ആരാധിക്കുന്നവരായിരിക്കും. We love God. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. We follow God. നാം ദൈവത്തെ അനുഗമിക്കുന്നവരായിരിക്കും. We serve God. നാം അവരെ ദൈവത്തെ സേവിക്കുന്നവരായിരിക്കും. If we are not doing all these things, something is missing. That missing is we don't know the goodness and greatness of our God. ഈ കാര്യങ്ങൾ ഏതെങ്കിലും നാം മനസ്സിലാക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ നന്മയെയും ദൈവത്തിന്റെ മഹത്വത്തെയും നാം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ ഉള്ള പ്രശ്നം. This morning is a great opportunity to know goodness and greatness of our God. നാം ദൈവത്തിന്റെ നന്മയെയും മഹത്വത്തെയും മനസ്സിലാക്കാൻ ദൈവം നമുക്ക് വീണ്ടും ഒരു നല്ല അവസരം നൽകി തന്നിരിക്കുകയാണ്. Through the book of Hosea. ഹോശേയ പ്രവചനത്തിലൂടെ. The title of the message is Goodness and Greatness of our God. ദൈവത്തിന്റെ നന്മയും മഹത്വവും എന്നുള്ളതാണ് ഇതിന്റെ തലക്കെട്ടായി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. Under this title I want to give you 5 C's. C1, C2, C3, C4, C5. ഇതിന്റെ അടിയിൽ 5 പിരിവുകളായിട്ട് 5 കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. First C is care of God. ഒന്നാമത്തെ സിയിൽ ആരംഭിക്കുന്ന ദൈവത്തിന്റെ കരുതൽ എന്ന് ഞാൻ പറയുന്നു. Second one is complaint of God. രണ്ടാമത്തത് ദൈവത്തിന്റെ Complaint. ദൈവത്തോടുള്ള പരാതി. Number 3, call of God. മൂന്നാമതായിട്ട് ദൈവം നമ്മെ വിളിക്കുന്ന കാര്യം. Number 4, construction of God. ദൈവത്തിന്റെ പ്രവർത്തന വിധത്തെ കുറിച്ച് നാലാമതായിട്ട് കാണുന്നു. Number 5, condemnation of our God. ദൈവം നമ്മെ ന്യായം വിധിക്കുന്ന കാര്യത്തെ കുറിച്ച് അഞ്ചാമതായിട്ട് കാണുന്നു. Are you with me? നിങ്ങൾ എന്നോട് കൂടെ ആയിരിക്കുന്നു ഞാൻ കരുതുന്നു. Are you attentive? എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. I think some are not attentive. ചിലർ ആ ഉറക്കത്തിലാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു. This is the summary of book of Hosea. Don't miss any single word. ഈ ഹോശേയ പ്രവചനത്തെ മുഴുവനായി
ആയിട്ടുള്ള സംക്ഷിപ്ത രൂപമാണ് ഈ പറഞ്ഞത്. അതാരും മറക്കരുത്. If you miss any single word, you are missing one gem and jewel. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു വലിയ നിക്ഷേപം അല്ലെങ്കിൽ ഒരു മുത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. Once again, I am repeating 5 C's. ഈ 5 Cയിൽ ആരംഭിക്കുന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും ഓർമ്മിക്കട്ടെ. Number 1, care of God. ഒന്നാമത് ദൈവത്തിന്റെ കരുതൽ. Number 2, complaint of God. രണ്ടാമതായിട്ട് ദൈവത്തിനോടുള്ള പരാതി. Number 3, call of God. മൂന്നാമതായിട്ട് ദൈവം നമ്മെ വിളിക്കുന്നത്. Number 4, construction of God. നാലാമതായിട്ട് ദൈവത്തിന്റെ സൃഷ്ടിപരമായുള്ള നമ്മോടുള്ള ഇടപാട്. Number 5, condemnation of God. അഞ്ചാമതായിട്ട് ദൈവം നമ്മോടുള്ള ന്യായവിധി. All these 5 we can see in the book of Hosea. ഈ 5 കാര്യങ്ങൾ ഹോശേയ പ്രവചനത്തിൽ നാം കാണുന്നു. We don't go beyond this book today. ഈ പുസ്തകത്തിൽ നിന്ന് പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. Everything we can see in this book only. ഈ പുസ്തകത്തിൽ മാത്രം നിന്നുകൊണ്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. First one, let's see the care or concern of our God towards us. ദൈവത്തോടുള്ള നമ്മോടുള്ള കരുതലും ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് നമുക്ക് Chapter 17 verses 1, 2, 3, 4. In these 4 verses we can see the concern or care of God. Book of Hosea chapter 11. 11ാം അധ്യായം Chapter 11 verses 1, 2, 3, 4. You can read in Malayalam. 1, 2, 3 ഈ വാക്യം മലയാളത്തിൽ വായിക്കാം. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നു പോയി. ബാൽ ബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു. ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്തു എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്ന് അവർ അറിഞ്ഞില്ല. Very simple but very thought-provoking verses we can see here. വളരെ ലളിതമായും എന്നാൽ നമ്മുടെ ചിന്തയിലേക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങളാണ്. How much care God showed towards the Israel. ഇസ്രായേലുള്ള ബന്ധത്തിൽ ദൈവം എത്രമാത്രം അവരെ കരുതി എന്നുള്ള കാര്യമാണ് അവിടെ കാണുന്നത്. Not only towards the Israel, towards us also. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല നമ്മോടുള്ള ബന്ധത്തിലും. Here in these 4 verses we can see 7 kinds of concern of God towards us. ദൈവത്തിന് നമ്മോടുള്ള 7 പ്രത്യേകമായിട്ടുള്ള കരുതലിന്റെ വിധങ്ങളെ കുറിച്ച് ഈ 4 വാക്യങ്ങൾ നാം കാണുന്നു. In the first verse we can see that he called with love. ഒന്നാമതായിട്ട് നാം കാണുന്നു ഞാൻ അവനെ സ്നേഹത്തോടുകൂടി വിളിച്ചു. Is it true? അത് വാസ്തവമല്ലേ? He called us with love. വളരെ സ്നേഹത്തോടുകൂടി അവൻ നമ്മെ വിളിച്ചു. God is saying, I have called you with love from Egypt. ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ നിങ്ങളെ വിളിച്ചു എന്ന് സ്നേഹിച്ചു എന്ന് കാണാം. We are out of Egypt now. നാം ഇന്ന് അതിന് വെളിയിലായിരിക്കുകയാണ്. Just before the commencement of this meeting, we got out from the car. ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പേ നാം നമ്മുടെ കാറിൽ നിന്ന് പുറത്തിറങ്ങി. Instantaneously, my sister's daughter said one thing. That was a matter of astonishment to me. അപ്പോൾ വണ്ടിയിൽ ഇറങ്ങിയപ്പോൾ സിസ്റ്ററിന്റെ മകൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നി. This is the church out of Egypt. I could not understand, but my sister could understand what she said. അവൾ പറഞ്ഞ എന്താണെന്ന് മാതാവിന് മനസ്സിലായി. Then I asked, what Pratibha, what is your daughter saying? Then she said, out of Egypt means one day some Bible Sunday school was here. The theme of the Sunday school was out of Egypt. Okay, അവൾ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ഇതിനു മുമ്പ് അവൾ BBS ഇവിടെ വന്നു. അപ്പോൾ ഔട്ട് ഓഫ് ഈജിപ്റ്റ് എന്നുള്ളതായിരുന്നു അതിന്റെ തീം. അപ്പോൾ അതിനുവേണ്ടി അവൾ ഇവിടെ വന്നു. അപ്പോൾ അവിടെയല്ലേ എന്നാണ് അവിടെ ചോദിച്ചത്. That girl had attended that Sunday school program. The title Out of Egypt. Out of Egypt എന്നുള്ള ആ BBS പ്രോഗ്രാമിന് അവൾ അറ്റൻഡ് ചെയ്തിരുന്നു. Yeah, really we are all also called out of Egypt. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഇന്ന് അവിടെ നിന്ന് വിളിച്ച് പുറത്താക്കപ്പെട്ടവരാണ്. The first concern was we are called with love. നാം ദൈവം നമ്മെ സ്നേഹത്തോടു കൂടിയാണ് അവൻ വിളിച്ചത്. Second one we can see in the verse 3, I have taught you how to walk. ഞാൻ നിന്നെ നടക്കുവാനായിട്ട് പഠിപ്പിച്ചു, ശീലിപ്പിച്ചു എന്ന് നാം കാണുന്നു. Really in our life God has taught us number of things. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ അനേക കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. Walk of our life, നമ്മുടെ ജീവിതത്തിന്റെ നടപ്പിൽ learning we got from God. അനേക കാര്യങ്ങൾ
family life, church life, professional life, ministerial life, in every angle of life, we have learned many a things from God alone. നാം നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ, ഇവിടെയൊക്കെയും നാം ദൈവസന്നിധിയിൽ നിന്ന് അനേക കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ നാം പഠിച്ചു. Number 3, in the same verse, that is verse 3, I have hugged you. ഞാൻ നിന്നെ ഭുജങ്ങളിൽ എടുത്തു എന്നാണ് നാം കാണുന്നത്. In our life, many a time we have experienced the Lord has hugged us. ആ ദൈവം നമ്മെ ആശ്ലേഷിക്കുന്നതായിട്ടുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. Actually, we were in the blood. We were just like anything, but God washed us in His blood and wiped every uncleanness, and He has just given us good clothing of cleanliness, and He has hugged us. നാം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അശുദ്ധമായ രീതിയിൽ യാതൊരു നന്മയുമില്ലായിരുന്നു കഴിഞ്ഞപ്പോൾ അവൻ നമ്മെ ശുദ്ധീകരിച്ചു, നമ്മെ കഴുകി വെടിപ്പാക്കി, അവൻ നമ്മെ കരങ്ങളിൽ ഏറ്റെടുത്ത് അവൻ നമ്മെ ആശ്ലേഷിച്ചു. And fourth one in the same verse, that is verse 3, I have healed you. മാത്രമല്ല നാം ആ മൂന്നാം വാക്യത്തിൽ നിന്ന് നാം കാണുന്നു അവൻ നമ്മെ സൗഖ്യമാക്കിയത്. Everybody had some sort of disease in our life. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും രോഗങ്ങളുണ്ട്. Who healed us? Is it doctor or God Almighty? നമ്മെ സൗഖ്യമാക്കുന്ന ഡോക്ടറാണോ അതോ നമ്മുടെ സൃഷ്ടിതാവായ ദൈവമാണോ? Doctor might have given us very good injection, medication, tablet, even surgery, everything. But who healed? God alone. ഡോക്ടേഴ്സ് നമുക്ക് സർജറി ചെയ്യാം, മരുന്ന് തരാം, ഇഞ്ചക്ഷൻ തരാം, കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നാൽ തന്നെയും നമ്മെ സൗഖ്യമാക്കുന്നത് യഹോവയാണ്. Physically, mentally, psychologically, spiritually, the Lord healed us. ആത്മീയമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും നമ്മെ സൗഖ്യമാക്കുന്നത് നമ്മുടെ ദൈവമാണ്. Number 5, we can see in the 4th verse, I have led you with the bonds of friendship. ഞാൻ എൻ്റെ സ്നേഹബന്ധങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോയി അല്ലെങ്കിൽ നടത്തി എന്ന് നാം കാണും. That means He friendshiped with us. അവൻ നമ്മോട് ഒരു സ്നേഹിതനായിട്ട് അവൻ നമ്മോട് കൂടെയിരുന്നു. We were away from God, നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയവരായിരുന്നു. but God has led us with the bonds of friendship. അവന്റെ സ്നേഹബന്ധത്താൽ അവൻ നമ്മെ നയിക്കുന്നു. Number 6, in the 4th verse, He said, I have removed the yoke from you. ആറാമത്തെ കാര്യം 4-ാം വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ നിന്റെ നുകം നീക്കി കളഞ്ഞു എന്ന് നാം കാണും. Here yoke means difficulties, calamities, problems in our life. ഇവിടെ നുകം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കാണിക്കുന്നത്. If we see our past life, we can remember the number of difficulties we faced, but God removed them. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനേകവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദൈവമാണ് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിയത്. And the 7th one in the 4th verse last, I have given you food. 4-ാം വാക്യത്തിന്റെ അവസാനമായിട്ട് നാം കാണുന്നത് അവൻ നമുക്ക് നല്ല ആഹാരം തന്നു. Morning, afternoon, evening, night, how many times we take food? രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെയും അവൻ നമുക്ക് ആഹാരം നൽകുന്നുണ്ട്. This is the concern of God towards us in every aspect of our life. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാവിധമായിട്ടുള്ള വശങ്ങളിലും ദൈവത്തിന് നമ്മോടുള്ള കരുതലിനെയാണ് ഈ വാക്യങ്ങൾ കാണിക്കുന്നത്. Knowing this care of God towards us, how much we should worship God. നമ്മോടുള്ള ഇത്രമാത്രമുള്ള ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് നാം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുമ്പോൾ നാം എത്രമാത്രം അവനെ ആരാധിക്കണം, How much we should be grateful to God. നാം എത്രമാത്രം അവനോട് നന്ദിയുള്ളവരായിരിക്കണം. The Israelites should be very much grateful to God. ഇസ്രായേൽ ജനം ആ വിധത്തിൽ അവരോട് വളരെയേറെ നന്ദിയും സ്നേഹവും ഉള്ളവരായിരിക്കും. But the pitiable thing is they were not grateful to God. എന്നാൽ വളരെ ദുഃഖജനകമായ കാര്യം അവരോട് നന്ദി ഉള്ളവരായിരുന്നില്ല എന്നുള്ളതാണ്. Instead they rebelled against God, they disobeyed unto God. എന്നാൽ അതിന് പകരമായിട്ട് അവർ ദൈവത്തോട് മത്സരിക്കുകയും അവരോട് അനുസരണമില്ലാത്തവരായി തീരുകയും ചെയ്യും. So God is making a complaint. അതുകൊണ്ട് ദൈവം ഇതാ അവർക്കെതിരായിട്ട് ഒരു പരാതി പറയുക. First one, care of God. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ കരുതലിനെ. Second one, complaint of God. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ പരാതി നാം കാണുന്നുണ്ട്. God is complaining against Israel. ഇസ്രായേലുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരാതി ഇതാണ്. In the chapter 4, chapter 5, chapter 6, chapter 7, in these 4 chapters we can see how much God was really, what I should say, offended a lot. 4, 5, 6, 7 അധ്യായങ്ങളിൽ ദൈവം എത്രമാത്രം അവരാൽ വളരെയേറെ പ്രശ്നങ്ങൾ സഹിക്കേണ്ടവനായി അല്ലെങ്കിൽ പരാതിയുള്ളവനായിരിക്കുന്നു എന്ന കാര്യം കാണിക്കും. He made number of
complaints, but I can't show all the things, but I want to just focus 7 complaints he made against the Israel. ആ ഇസ്രായേലിന്റെ ബന്ധത്തിൽ അനേക പരാതികൾ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതാണ്ട് 7 കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. Probably these 7 may be in our life also. ഈ 7 കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. If it is so, it is the time of correction before breaking the bread. അങ്ങനെയെങ്കിൽ നാം ദൈവസേനയിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് മുമ്പ് നാം അത് ശരിയാക്കേണ്ട സമയമാണ് ഇപ്പോൾ. Because God is intolerable towards sin. ആ പാപത്തോട് എതിർത്ത് നിൽക്കുന്ന ദൈവത്തിന് സഹിച്ചുകൂടാൻ വയ്യാത്ത ഒരു കാര്യമാണ് പാപം. He loves the sinner, he hates the sin. ദൈവം പാപിയെ സ്നേഹിക്കുന്നു, എന്നാൽ പാപത്തെ വെറുക്കുന്നവനാണ്. Here in this 4 chapters we can see number of complaints against Israel, the people of God. ആ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ അനേക വിധമായുള്ള കാര്യങ്ങൾ ഈ 4 അധ്യായങ്ങളിൽ നാം കാണുന്നു. I want to show you only 7 now. അതിൽ 7 കാര്യങ്ങൾ മാത്രം പറയാൻ The ആഗ്രഹിക്കുന്നു. first one is negligence towards God. ദൈവത്തെ അവഗണിക്കുന്ന കാര്യമാണ് ഒന്നാമത്തത്. Chapter 4, 4-ാം അധ്യായം verse 10. അതിന്റെ 10-ാം വാക്യം. അവർ ഭക്ഷിച്ചാലും തൃപ്തി പ്രാപിക്കുകയില്ല, അവർ സ്ത്രീസംഗം ചെയ്താലും പെരുകയില്ല, യഹോവയെ കൂട്ടാകുന്നവർ വിട്ടുകളഞ്ഞുവല്ലോ. So in this verse we can see that they have neglected God. അവര് ദൈവത്തെ വിട്ടുകളഞ്ഞു, അവഗണിച്ചു എന്നാണ് അവിടെ കാണുന്നത്. How bad it is. എത്രയോ വളരെ ദുഃഖകരമായ കാര്യമാണ്. God called them with love. ദൈവം വളരെ സ്നേഹത്തോടു കൂടി അവരെ വിളിച്ചു വേർതിരിച്ചു. God taught them how to walk. അവരെ എങ്ങനെ നടക്കണമെന്നുള്ളത് ദൈവം ശീലിപ്പിച്ചു. God hugged them. ദൈവം അവരെ ആശ്ലേഷിച്ചു. God healed them. ദൈവം അവരെ സൗഖ്യമാക്കി. God removed all the yokes from them. അവരുടെ സകല ഭാരങ്ങളും പ്രശ്നങ്ങളും ദൈവം എടുത്തു. God has fed them like anything. അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തവരെ പോഷിപ്പിച്ചു. But they neglected God. എന്നിരുന്നാൽ തന്നെയും അവർ ദൈവത്തെ വിട്ടുകളഞ്ഞു. This morning, is it our experience? ഇത് നമ്മുടെ അനുഭവം അങ്ങനെയല്ലയോ? If it is so, how bad it is. അങ്ങനെയെങ്കിൽ അത് എത്രയോ വളരെ മോശമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. And the last week, last month, last year, last past life, how much God showed His love and concern towards us. How much concern we have towards God. കഴിഞ്ഞ ആഴ്ചകളിലെ മാസങ്ങളിലെ വർഷങ്ങളിലെ ദൈവം എത്രമാത്രം കരുണയുള്ളവരായിരുന്നു. ആകയാൽ നാം എത്രമാത്രം അവരോട് നന്ദിയുള്ളവരായി ഇരിക്കേണ്ടിയിരിക്കുന്നു. Chapter 4 verse 10 says they have neglected God. എന്നാൽ അവർ ദൈവത്തെ വിട്ടുകളഞ്ഞു എന്ന് 4-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ കാണാം. Negligence towards God is terrible. ദൈവത്തെ അവഗണിക്കുക എന്ന് പറയുന്നത് വളരെ ഭയാനകമായ ഒരു കാര്യമാണ്. Number 2, negligence towards God's word. രണ്ടാമത്തെ കാര്യം ദൈവ വചനത്തോടുള്ള അവഗണന. Chapter 4 verse 1. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശനിവാസികളുടെ ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദൈവമില്ല, ദൈവ പരിജ്ഞാനവുമില്ല. They didn't have the knowledge of God. ദൈവ പരിജ്ഞാനം അവർക്കില്ല എന്നാണ് 1-ാം വാക്യത്തിൽ കാണുന്നത്. They have neglected the word of God. ദൈവത്തിന്റെ വചനത്തെ അവർ അവഗണിച്ചു. This morning, let's check ourselves. Are we with the word of God? ആകയാൽ ഇന്ന് രാവിലെ നാം ദൈവ വചനത്തോടെ നാം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മൾ തന്നെ പരിശോധിക്കാം. Do we read the word of God every day? ദൈവ വചനം നാം ഓരോ ദിവസവും നാം വായിക്കുന്നുണ്ടോ? Where is the Bible? നമ്മുടെ ബൈബിൾ എവിടെ ഇരിക്കുന്നു? Sometimes people of God in the morning and Sunday they search for Bible. പലപ്പോഴും ദൈവ ജനം ഞായറാഴ്ച രാവിലെയാണ് വേദപുസ്തകം അന്വേഷിക്കുന്നത്. Because they don't know where they kept the Bible end of the week. കഴിഞ്ഞ ആഴ്ച എവിടെയാ സൂക്ഷിച്ചെന്നുള്ളത് അന്നേരമാണ് നോക്കുന്നത്. They don't have the wisdom of the word of God. അങ്ങനെയെങ്കിൽ ദൈവ പരിജ്ഞാനം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കില്ല. In the United States of America, in the world, we know people are going after knowledge. അറിവിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ദേശമാണല്ലോ നാം ആയിരിക്കുന്നത്. This is the generation. Why generation? Why means why? People ask why and get the knowledge from the website. അയ്യ എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അറിവിന് വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഇന്റർനെറ്റിൽ പരതി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു തലമുറയാണ്. We have all knowledge except the word of God. നമുക്ക് സകല അറിവുകളും ഉണ്ടെന്നാൽ ദൈവ പരിജ്ഞാനമില്ല. Maybe because of negligence towards the Bible. എന്തുകൊണ്ടെന്നാൽ ദൈവ വചനത്തെ അവഗണിക്കുന്നു, അതാണ് കാര്യം. Third complaint. 3-ാമത്തെ പരാതി. All sorts of crimes. സകലവിധമായിട്ടുള്ള അക്രമവും നിറഞ്ഞിരിക്കുന്ന Chapter 4 verse 2. ഒരു സാഹചര്യം. 4-ാം അധ്യായം 2-ാം വാക്യം. In the verse 2 we can see all sorts of crimes. സകലവിധമായിട്ടുള്ള അക്രമങ്ങളും അവിടെ നാം കാണുന്നു. അവർ ആണയിടുന്നു, ഭോഷ് പറയുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വിഭജിക്കുന്നു, വീട് കുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. Among the people of God, all these things are there. ഇത് ദൈവ
ദൈവ ജനത്തിന്റെ മധ്യയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ മുഴുവൻ. What are they? എന്തൊക്കെയാണ്? Cursing, അവര് ആ ദൈവത്തെ ശപിക്കുന്നു, lying, കള്ളം പറയുന്നു, murder, കൊല ചെയ്യുന്നു, stealing, മോഷ്ടിക്കുന്നു, adultery, വ്യഭിചരിക്കുന്നു, all these bloodshed things. രക്തപാതം, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും അവിടെ മധ്യമാണ്. Among the people of God, ഇത് ദൈവജനത്തിന്റെ മധ്യമുള്ള കാര്യമാണ്. how wretched it is. എത്രയോ വളരെ ദോഷകരമായിട്ടുള്ള കാര്യമായിരിക്കുന്നു. Probably it may be in us also. ഒരു പക്ഷേ ഈ കാര്യങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. Think of this seriously. ഇത് വളരെ വളരെ ശ്രദ്ധയോടുകൂടി നാം ചിന്തിക്കുക. God loves the sinner, God hates the sin. ദൈവം പാപികളെ സ്നേഹിക്കുന്നു, പാപത്തെ ദൈവം വെറുക്കുന്നവനാണ്. First one, negligence towards God. ഒന്നാമതായിട്ട് ദൈവത്തെ അവഗണിക്കുന്നു. Second one, negligence towards God's word. രണ്ടാമത് ദൈവ വചനത്തെ അവഗണിക്കുന്നു. Number three, innumerable crimes in the life. മൂന്നാമതായി പലവിധമായിട്ടുള്ള അക്രമങ്ങൾ, പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്നു. Number four, adamant nature. നാലാമതായിട്ട് അവരുടെ ഇണങ്ങാത്ത അല്ലെങ്കിൽ വഴങ്ങാത്ത സ്വഭാവം. Chapter 4, verse 16. 4:16 ഇസ്രായേൽ ദുശ്ശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുശ്ശാഠ്യം കാണിച്ചാൽ യഹോവ അവരെ ഒരു വിശാല സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ മേയ്ക്കുമോ? People of Israel are stubborn like a heifer. അവരെ ഇതാ ഒരു വളരെ ദുശ്ശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ആയിരിക്കുന്നു. Really, not only in Brethren or Bapsing or Lutheran, wherever we go, we see stubborn nature among the people of God. ഇന്ന് ദൈവജനത്തിന്റെ ഏത് കൂട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാലും ഈ ദുശ്ശാഠ്യമുള്ള ദൈവജനത്തെ നാം കാണും. That means we don't bend our neck. It is stiff-necked mentality. അത് അവരെ അല്പം വഴങ്ങിക്കൊടുക്കാനുള്ള യാതൊരു ആഗ്രഹവുമില്ലാത്ത ഒരു സ്വഭാവം. How bad it is in the life of the people of Israel. ഇസ്രായേലിനോട് ബന്ധത്തിൽ അത് എത്രയോ വളരെ ദോഷമായിരുന്നു. Stubbornness. വളരെ ദുശ്ശാഠ്യമുള്ള That സ്വഭാവം. means we don't obey the elders. ആരെയും അനുസരിക്കാൻ ഉള്ള ഒരു മനസ്സില്ല. We don't obey God. ദൈവത്തെ അനുസരിക്കാൻ മനസ്സില്ല. We don't obey the values. നമ്മുടെ സാൻമാർഗിക കാര്യങ്ങളെ അനുസരിക്കാൻ താല്പര്യമില്ല. Stubbornness. ദുശ്ശാഠ്യമുള്ള സ്വഭാവം. That's the fourth one. അതാണ് നാലാമത്തെ കാര്യം. And fifth one, അഞ്ചാമത്തെ കാര്യം idolatry. അവരെ വിഗ്രഹാരാധന. Chapter 4, verse 17. 4:17 Ephraim is joined to idols, leave him alone. എഫ്രയീം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു, അവനെ വിട്ടുകളയാം. Mingle with idols. വിഗ്രഹങ്ങളോട് ചേർന്ന് അവർ പ്രവർത്തിക്കുക. That means giving priority to unnecessary things instead of God and God's deeds. ദൈവത്തോടും ദൈവിക പ്രവർത്തനങ്ങളതിനേക്കാൾ അധികമായിട്ട് മറ്റുള്ള കാര്യങ്ങളോട് താല്പര്യവും സ്നേഹവും കാട്ടുക. Sunday is the day of early awake. We should get up early in the morning on Sunday. ഞായറാഴ്ച ദിവസമാണ്, അതിരാവിലെ നാം എഴുന്നേൽക്കേണ്ട ദിവസം. We should remember our God. നമ്മുടെ ദൈവ കർത്താവിനെ ഓർക്കേണ്ട ദിവസം. We should sing to God. നാം ദൈവത്തിന് സ്തുതി പാടേണ്ട ദിവസം. We should worship God. ദൈവത്തെ ആരാധിക്കേണ്ട ദിവസം. We should hear the word of God. ദൈവവചനം ശ്രദ്ധിക്കാൻ കടന്നു We should give വരേണ്ട unto God. ദൈവത്തിന് കൊടുക്കാനുള്ള ദിവസമാണ്. We should preach the gospel. ദൈവ വചന സുവിശേഷീകരണത്തിനുള്ള ദിവസമാണ്. These are all the Sunday activities. ഇത് ഞായറാഴ്ച ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ്. But we don't have all these activities. We have our own activities. We give priority like that. എന്നാൽ ഈ കാര്യങ്ങളൊന്നുമല്ല, പിന്നെയോ നമ്മുടെ സ്വന്തമായ കാര്യങ്ങൾക്കാണ് നാം പലപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്. They have become our idols. അതെല്ലാം നമ്മുടെ വിഗ്രഹങ്ങളായി മാറിയിരിക്കുകയാണ്. This morning, which idol made you delay in coming to the temple of God? ഇന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നിങ്ങളെ വരുവാൻ താമസിപ്പിച്ച വിഗ്രഹം ഏതാണ് നിങ്ങളുടെ ജീവിതത്തിൽ? If at all we give any priority to anything more than God and God's deeds, that is idolatry. ദൈവികമായിട്ടുള്ള കാര്യങ്ങളോടും ദൈവമല്ലാത്ത വേറെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം വിഗ്രഹങ്ങളാണ്. People of God left God and they have infatuated with idols. ദൈവജനം ദൈവത്തെ വിട്ടതിനു ശേഷം വിഗ്രഹങ്ങളോട് അവരെ ചേർന്ന് പ്രവർത്തിക്കുന്നു. The sixth complaint was adultery. ആറാമത്തെ കാര്യം വ്യഭിചാരമാണ്. Chapter 6, verse 10. 6:10 Chapter 6, verse 10. 6:10 ഇസ്രായേൽ ഗ്രഹത്തിൽ ഞാൻ ഒരു ഭയങ്കര കാര്യം കണ്ടിരിക്കുന്നു. അവരെ എഫ്രയീം പരസംഗം ചെയ്ത് ഇസ്രായേൽ മലിനമായിരിക്കുന്നു. Ephraim is given to prostitution and Israel is defiled. ഇവിടെ ഇതാ പരസംഗം ചെയ്ത് ഇസ്രായേൽ അവിടെ ദുഷ്കർമ്മം ചെയ്തതായിട്ട് നാം കാണുന്നു. How
terrible it is among the people of Israelites. ഇസ്രായേൽ ജനതയുടെ ബന്ധത്തിൽ അത് എത്രയോ ദോഷകരമായിട്ടുള്ള ഒരു സംഭവമാണത്. Adultery, വ്യഭിചാരം, prostitution, പരസംഗം, with eyes, കണ്ണുകൾ കൊണ്ട്, in the heart, നമ്മുടെ ഹൃദയം മനസ്സുകൊണ്ട്, in the body, ശരീരം കൊണ്ട്, immorality, അസന്മാർഗീയമായിട്ടുള്ള uncleanliness. മലിനകരമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുക. The body is the temple of God, but we have defiled. ഇതാ നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, നാം അതിനെ മലിനമാക്കുകയാണ് ചെയ്തത്. And the seventh complaint is deceit. ദൈവത്തിന്റെ ഏഴാമത്തെ പരാതി ഇതാണ്, നാം അവനെ deceitfulness. വഞ്ചന കാണിക്കും. Yes. Chapter 7, verse 1. ഏഴാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഞാൻ ഇസ്രായേലിൽ ചികിത്സ ചെയ്യുമ്പോൾ എഫ്രൈമിന്റെ അകൃത്യവും ശമര്യയുടെ ദുഷ്ടതയും വെളിപ്പെട്ടു വരുന്നു. അവർ വ്യാജം പ്രവർത്തിക്കുന്നു, അകത്ത് കള്ളൻ കടക്കുന്നു, പുറത്ത് കവചക്കാരുടെ കൂട്ടം കൊള്ളയിടുന്നു. They practice deceit. അവര് ദുഷ്ടത അല്ലെങ്കിൽ വഞ്ചന പ്രവർത്തിക്കുന്നു. They are practicing deceit. അവര് വഞ്ചനയാണ് അവർ പ്രവർത്തിക്കുന്നത്. Deceiving the parents. അവര് മാതാപിതാക്കളെ, Deceiving the elders. അവര് മൂപ്പന്മാരെ അവരെ വഞ്ചിക്കുന്നു. We can deceive everybody. We can't deceive God. സകലരെയും നമുക്ക് കബളിപ്പിക്കാനായിട്ട് സാധിക്കും, ദൈവത്തെ കളിപ്പിക്കാൻ സാധിക്കില്ല. As we sow, so we reap. നാം വിതയ്ക്കുന്നത് തന്നെ നാം കൊയ്യും. God is not mocked. ദൈവത്തെ ആർക്കും പരിഹസിച്ചുകൂടാ. So these are all the complaints among the people of God. ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ കാണുന്ന കുഴപ്പങ്ങളാണ് ഈ കാര്യങ്ങൾ. So we have seen two things. Number one, concern of God. Number two, complaints of God. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ കരുതൽ കണ്ടു, രണ്ടാമതായിട്ട് ദൈവത്തിന് അവരോടുള്ള പരാതി. Number three, we can see the call of God. മൂന്നാമതായിട്ട് ദൈവം അവരെ വിളിക്കുന്നതായിട്ട് നാം കാണുന്നു. Though the people of God wretched and they were away from God, still God loves them. God loves us. ഇതാ അവരെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, വളരെ മോശമായി അവർ ജീവിക്കുന്നുവെങ്കിലും ദൈവം അവരെ തിരഞ്ഞു ചെന്ന് വിളിക്കുന്നു. That is the goodness and greatness of our God. അതാണ് നമ്മുടെ ദൈവത്തിന്റെ നന്മയും അവന്റെ മഹത്വവും. This morning also the Lord calls us from all the filthiness in our life. നമ്മുടെ ജീവിതത്തിന്റെ സകല മാലിന്യങ്ങളിൽ നിന്നും അവൻ നമ്മെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു. Before approaching the table of God, let us come to the Lord with all uprightness. നാം ദൈവവാസനയിൽ കർത്താവിന്റെ മേശയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ നിർമ്മല മനസാക്ഷിയോടുകൂടി നമുക്ക് അവന്റെ അടുത്തേക്ക് കടന്നു വരാം. In the chapter 6 we can see the call of God. ദൈവം അവരെ വിളിക്കുന്ന കാര്യം നാം 6-ാം അധ്യായത്തിൽ കാണാം. He is calling 3 times. Come, come, come. വരുവീൻ 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 എന്ന 3 പ്രാവശ്യം ദൈവം അവരെ വിളിക്കുന്നു. God is calling 1 time means it is great. ദൈവം ഒരു പ്രാവശ്യം വിളിക്കുകയാണെങ്കിൽ അത് തന്നെ ധാരാളമാണ്. He is calling 2 time means how much great. ദൈവം നമ്മെ 2 പ്രാവശ്യം വിളിക്കുന്നുവെങ്കിൽ അത് എത്രയോ മഹത്വകരമായ കാര്യം. If he is calling 3rd time also, how much our God's love is. ദൈവം നമ്മെ ആവർത്തിച്ച് 3-ാം പ്രാവശ്യം വിളിക്കുന്നുവെങ്കിൽ അവന്റെ സ്നേഹം എത്രയോ വലിയതായി. In chapter 6 verse 1, verse 2, verse 3 we can see 3 invitations of God. 6-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളിൽ 3 പ്രത്യേകമായിട്ടുള്ള വിളികളെ നാം അവിടെ കാണും. In the first verse, the prophet is mingling among the Israelites and he is calling, come, let us return to the Lord. 6-ാം അധ്യായത്തിന്റെ വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക എന്ന് നാം അവിടെ കാണുന്നു. The total summary of the Bible is, come, let us turn. കഴിഞ്ഞ ആഴ്ച എങ്ങനെ നാം ജീവിച്ചു എന്ന് നമുക്കറിയാം. Are we away from God? നാം ദൈവസന്നിധിയിൽ നിന്ന് അകന്നായിരുന്നു ജീവിച്ചു. At least today, from today onwards, let us turn to God. നാം അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നെങ്കിലും നാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് തിരിഞ്ഞു വരാം. Like that 3 times he has invited us. അവിടെ ഇതാ 3 പ്രാവശ്യം അങ്ങനെ വിളിക്കുന്നതായിട്ട് നാം In കാണുന്നു. the first verse, come, let us return to the Lord. 1-ാം വാക്യത്തിൽ വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക എന്ന് നാം കാണുന്നു. In the 3rd verse, let us acquire the knowledge of God. നമുക്ക് അവനെ കുറിച്ചുള്ള അറിവ് നമുക്ക് അറിയാം എന്ന് പറയുക. In the same 3rd verse, come, let us follow God. വരിക, നമുക്ക് അവനെ പിൻചെല്ലാം എന്ന് നാം 3-ാം വാക്യത്തിൽ കാണും. Let us return. നമുക്ക് മടങ്ങി വരാം. Let us get his wisdom. അവന്റെ ജ്ഞാനം നമുക്ക് പ്രാപിക്കാം. Let us follow. നമുക്ക് അവനെ പിൻപറ്റാം. Come, come, come. വരിക, അവരുടെ അടുക്കലേക്ക് വരിക. 3 പ്രാവശ്യം അവിടെ കാണുന്നു. If we come, if we return to the Lord is good to do 3 great things in the first verse. നാം അവന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ 3 വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ വലിയ നല്ലവനാണ്.
will heal us. അവൻ നമ്മെ സൗഖ്യമാക്കും. He will make us whole. അവൻ നമ്മെ സമ്പൂർണ്ണമാക്കും. He will make us alive. അവൻ നമ്മെ ജീവിപ്പിക്കും. These three things we can see in the first verse and second verse. ആ ഒന്ന് രണ്ട് വാക്കുകളിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് നാം കാണുന്നത്. This morning, how good our God is. ഈ രാവിലെ നമ്മുടെ ദൈവം എത്രയോ നല്ല ദൈവമാണ്. How great our God is. എത്രയോ വലിയവനാണ് നമ്മുടെ ദൈവം. There in Africa, in the country called Nigeria, there is one pastor namely Adiboyi. ആ അടിപോയി എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ആഫ്രിക്കയിലെ നൈറോബിയിൽ ഉണ്ടായിരുന്നു. He has 1,000 churches. അവിടെ 1000 സഭകൾ തനിക്കുണ്ട്. In every church there are 2,000 believers. അതിൽ ഓരോ സഭയിലും 2000 ആൾക്കാർ മെമ്പേഴ്സ് ഉണ്ട്. One great journalist of South Africa asked Adiboyi, "What is the need of your church?" അവിടെ ആ ഒരു ജേർണലിസ്റ്റ് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ സഭയുടെ ആവശ്യം എന്തായിരിക്കുന്നു? This Adiboyi, the great shepherd of 20 lakhs of people, he said single word, "My church needs turning towards God." താൻ ഈ 20,000 ആൾക്കാരുള്ള അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിലേക്ക് ഈ ഞങ്ങളുടെ ജനങ്ങൾ മടങ്ങി വരണം. Not only Nigerian church, but also Philadelphian church, but also American church, but also Indian church. Every church needs turning towards God absolutely. പരിപൂർണമായിട്ടും ഇന്ന് നൈറോബിയിലുള്ള സഭ മാത്രമല്ല, ഫിലദൽഫിയയിലുള്ള സഭയും അമേരിക്കയിലുള്ള സഭകളും ഇന്ത്യയിലുള്ള സഭകളും സകല സഭകളും ഇന്ന് ദൈവത്തിലേക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. God wants us to heal us. He likes to heal us. He likes to make us good. He likes to make us alive for Him. അവൻ നമ്മുടെ മുറിവുകളെ കെട്ടുകയും നമ്മെ ജീവിപ്പിക്കുകയും നമ്മളെ സമ്പൂർണ്ണമാക്കി സൗഖ്യമാക്കുകയും ചെയ്യുന്ന യഹോവയാണ്. First one, we have seen the concern of God. ദൈവത്തിന് നമ്മളുടെ കരുതലിനെ കുറിച്ച് നാം കണ്ടു. ഒന്നാമതായിട്ട് Second one, complaint of God. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ പരാതി നാം കേട്ടു. Number three, call of God. മൂന്നാമതായിട്ട് ദൈവം നമ്മെ വിളിക്കുന്ന കാര്യം നാം കണ്ടു. This morning shall we turn unto God in every aspect of our life. നമ്മുടെ ജീവിതത്തിന്റെ സർവസ്വമായി രാവിലെ നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമോ? That is called repentance. അതാണ് പശ്ചാത്താപം എന്ന് പറയുന്നത്. The summary of the Bible is repent and receive God in your life. ദൈവത്തിലൂടെ നമുക്കുള്ള ദൂത് ഇതാണ്, പശ്ചാത്തപിച്ച് ദൈവമാനത്തിലേക്ക് മടങ്ങി വരിക. Sinner should repent of his sins. പാപി തന്റെ പാപത്തെ കുറിച്ച് പശ്ചാത്തപിക്കണം. Believer also should repent of his backsliding qualities. വിശ്വാസിയും തങ്ങളുടെ പിന്മാറ്റത്തെ കുറിച്ച് പശ്ചാത്തപിച്ച് മുന്നോട്ട് വരേണ്ടി. Sometimes negligence towards God. ദൈവത്തെ കുറിച്ചുള്ള അവഗണനയാണ് പലപ്പോഴും. Towards the word of God. ദൈവവചനത്തിലുള്ള അവഗണനയാണ് പലപ്പോഴും. Towards the work of God. ദൈവിക പ്രവർത്തനങ്ങളുള്ള അവഗണനയാണ് പലപ്പോഴും. Towards the holiness of God. ദൈവികമായിട്ടുള്ള വിശുദ്ധിയിലാണ് അവരെ അവഗണിക്കുന്നത്. People of God are busy with the worldly things, not busy with God. ലൗകികമായുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുകയാണ്. പിന്നെയോ ദൈവികമായ കാര്യങ്ങൾ അവർക്ക് താല്പര്യമില്ലാത്ത. Before approaching the table, let us turn unto God with all repentance. Oh God, I am not living aptly unto you. നമ്മുടെ കർത്താവിന്റെ മേശയുള്ള ബന്ധത്തിലേക്ക് അടുത്ത് വരുന്നതിന് മുമ്പേ നാം പശ്ചാത്തപിച്ച് ദൈവമേ ഞാൻ പിന്മാറിപ്പോയി എന്ന് പറഞ്ഞ് നമുക്ക് അവന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാം. When we obey the call of God like that, നാം ദൈവവചനം അങ്ങനെ അനുസരിക്കുമ്പോൾ കേൾക്കുമ്പോൾ the fourth one starts in our life. നാലാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കും. That is construction of God. അവൻ നമ്മെ പണിയുവാനായിട്ട് ആരംഭിക്കും. He constructs our life. നമ്മുടെ ജീവിതത്തെ അവൻ We പുനരുജ്ജീവിപ്പിക്കും. can see the construction of God in the chapter 14. 14-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ നമ്മൾക്കുള്ള നിർമ്മാണത്തെ കുറിച്ച് നാം കാണും. In the chapter 14 we can see the 7 types of constructions, how God construct his people. നമ്മെ എങ്ങനെ അവൻ വീണ്ടും മെനയും എന്നുള്ള കാര്യം 7 കാര്യങ്ങൾ 14-ാം അധ്യായത്തിൽ കാണും. In this NIV Bible, I saw the title for 14th chapter is Repentance Brings Blessing. പശ്ചാത്താപം അനുഗ്രഹത്തിലേക്ക് നയിക്കും എന്നാണ് NIV-യുടെ ഹെഡിംഗിൽ 14-ാം. What blessing? It is a blessing that is construction of our life. നമ്മുടെ ജീവിതത്തെ പണിയുന്നതായിട്ടുള്ള അനുഗ്രഹമാണ് അവിടെ. I want to tell you one thing. If God constructs, none can destroy us. ദൈവം നമ്മെ പണിഞ്ഞു കഴിഞ്ഞാൽ ആരും നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. Our God is the builder and maker. നമ്മുടെ ദൈവം അവൻ സൃഷ്ടിതാവാണ്, അവൻ നമ്മെ പണിയുന്നവനാണ്. In this 14th chapter we can see how beautifully, how wonderfully he constructs our life. നമ്മുടെ ജീവിതത്തെ എങ്ങനെ അവനെ പണിയുവാനായിട്ട് സാധിക്കും എന്നുള്ളത് 14-ാം അധ്യായത്തിൽ കാണാം. There are 7 things in this chapter. ഇവിടെ 7 കാര്യങ്ങൾ ഈ 14-ാം അധ്യായത്തിൽ കാണാം. Chapter
Chapter 14 verse 4 says, 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, I will heal their waywardness and love them freely, for my anger has turned away from them. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും, എന്റെ കോപം അവരെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. In Telugu Bible it is like that, I will correct their behavior. അവരുടെ സ്വഭാവത്തെ ഞാൻ ശരിയാക്കും എന്നാണ് തെലുങ്കിൽ പറഞ്ഞത്. This morning our behavior should be corrected in everyday life. നമ്മുടെ അനുദിന ജീവിതത്തിലുള്ള നമ്മുടെ സ്വഭാവങ്ങളെ ഇന്ന് രാവിലെ ഒന്ന് ശരിയാക്കേണ്ടിയിരിക്കുന്നു. It is God alone who can correct our behavior. നമ്മുടെ സ്വഭാവത്തെ ശരിയാക്കുവാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. Behavior means our physical things, mental things and psychological things. നമ്മുടെ മാനസികവും ശാരീരികവും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. All things can be corrected by God alone. ഈ സകല കാര്യങ്ങളെ ശരിയാക്കുവാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കൂ. He said, I will correct you. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കും. And the same verse 4, he said, I will friendship with you. ഞാൻ നിങ്ങളെ ഔദാര്യമായിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കും. I will make friendship with you. ഞാൻ നിങ്ങളോട് സ്നേഹമായിട്ട് പെരുമാറും. In the English Bible I said, I love them, but in Telugu Bible, I will make friendship with you. ഞാൻ നിങ്ങളോട് ഔദാര്യമായിട്ട് സ്നേഹിക്കുമെന്നാണ് നാം കാണുന്നത് ഇവിടെ. God will be our friend. ദൈവം നമ്മുടെ സ്നേഹിതനാണ്. He will make friendship with us. അവൻ നമ്മോടുകൂടെ നമ്മോട് സ്നേഹം പുലർത്തിയിരിക്കുക. How good it is, how great it is. അത് അത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. God is making friendship with us. ദൈവം നമ്മോടുകൂടെ നമ്മുടെ സ്നേഹിതനായി തീരുക. You know the friends in this world. ഈ ലോകത്തിന്റെ സ്നേഹിതന്മാരെ കുറിച്ച് നമുക്കറിയാം. Boyfriends and girlfriends. ബോയ് ഫ്രണ്ട്സ് ഉണ്ട്, ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. They make friendship. അവര് സ്നേഹിതന്റെ After that something happened. എന്നാൽ ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ And a lot of calamity occurred. പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. I know number of friends like that in India. ഇന്ത്യയിലെങ്ങനെയുള്ള ധാരാളം സ്നേഹിതരെ കുറിച്ച് എനിക്ക് They friendship each other. അവര് അന്യോന്യം സ്നേഹം കൂടും. Then they deceived each other. അന്യോന്യം അവരെ വഞ്ചിക്കും. And they killed each other. അവൻ അന്യോന്യം പലപ്പോഴും കൊല്ലുകയും ചെയ്യും. But this friend is totally different. എന്നാൽ ഈ സ്നേഹിതൻ അങ്ങനെയുള്ള ഒരു സ്നേഹിതനല്ല. He makes friendship with us. അവൻ നമ്മോട് സ്നേഹം പുലർത്തുന്നവരാണ്. Number 3. മൂന്നാമത്തെ കാര്യം, Verse 5. 5-ാം വാക്യം, I will be like the dew to Israel. ഞാൻ അവർക്ക് ഇസ്രായേലിനെ മഞ്ഞു പോലെയായിരിക്കും. I will be like dew. അതിരാവിലെയുള്ള പ്രഭാതത്തിലെ മഞ്ഞു പോലെയായിരിക്കും. When the dew is fallen, the crop will be a lot. We know that. വളരെ നല്ല മഞ്ഞ് ശരിയായിട്ട് വീണ് കിട്ടുകയാണെങ്കിൽ ഫലപുഷ്ടിയായിട്ട് സസ്യങ്ങളുണ്ടാകും. Some fields give very good crop when the dew comes on them. വളരെ നന്നായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട മഞ്ഞ് കിട്ടുമ്പോൾ സസ്യങ്ങൾ ഭംഗിയായിട്ട് വളരും. He shall be like the dew unto us. ദൈവം നമ്മൾക്ക് പ്രഭാതത്തിലെ മഞ്ഞ് പോലെയാണ്. Real repentance brings all these constructions in our life. ശരിയായിട്ടുള്ള പശ്ചാത്താപം ഇങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ. Number 1, correction. ഒന്നാമതായിട്ട് അവൻ നമ്മെ ശരിയാക്കും. Number 2, friendship. അവൻ നമ്മുടെ സ്നേഹിതനായി. Number 3, dew. അവൻ നമുക്ക് നല്ല പ്രഭാതത്തിലെ മഞ്ഞ് പോലെയായിരിക്കും. Number 4, he said, I will be like a lily for you. ഞാൻ Verse 5. He will blossom like a lily. ഞാനൊരു താമര പുഷ്പം പോലെ ആയിരിക്കും. How wonderful it is. അതെത്രയോ നല്ല കാര്യം തന്നെയാണ്. He will bless us, or he will blossom like a lily. ഒരു താമര പോലെ വളരുവാൻ തക്കവണ്ണം അവൻ നമ്മെ അനുഗ്രഹിക്കുകയും നമ്മെ വളർത്തുകയും ചെയ്യും. These are all the wonderful constructions in our life. നമ്മുടെ ജീവിതത്തെ അവൻ മെനഞ്ഞെടുക്കുന്നതിന്റെ തെളിവുകളാണ് ഇതൊക്കെയും. And you shall sixth verse or fifth verse, like a cedar of Lebanon, he will send down his roots. ഇവിടെ ലെബാനോൻ വനം പോലെ അത് വേരുന്നു എന്ന് നാം വാക്യത്തിൽ കാണുന്നു. So we shall be like Lebanon, we shall be like cedar of Lebanon, we shall take the root and bear the fruit. വളരെ ശക്തിയുള്ള വേരുകൾ അടിയിലേക്ക് പോയി ഫലം പുറപ്പെടുവിക്കുന്ന ലെബാനിലെ വനം പോലെ ആയിരിക്കും. That means standard life. വളരെ ഉന്നതമായ മാനദണ്ഡമുള്ള ഒരു ജീവിതം. No fake life. യാതൊരു മായവും ഇല്ലാത്ത ഒരു ജീവിതം. Real life we can enjoy. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. And verse 6 says, 6-ാമത്തെ വാക്യം, his young shoots will grow, his splendor will be like an olive tree. അതിന്റെ ഇളയ കൊമ്പുകൾ ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെ ആയിരിക്കും. That means beautification of our life. നമ്മുടെ ജീവിതം വളരെ മനോഹരമായി തീരുന്ന ഒരു ജീവിതമായി മാറും. Our life will be beautified. നമ്മുടെ ജീവിതം തന്നെ ഭംഗിയുള്ളതായി തീരുന്നു. And we can see number of things. His shoots will grow. In Telugu Bible, his branches will be wide. അതിന്റെ കൊമ്പുകൾ
നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയാണ് കാണിക്കുന്നത്. Physically, mentally, spiritually, life will be expanded. ആത്മീയവും ഭൗതികവും മാനസികമായി നമ്മുടെ ജീവിതം വളർന്ന് പന്തലിക്കും. And the seventh one we can see fragrance like a cedar of Lebanon. നാം തുടർന്ന് കാണുന്നു ലെബാനോനിലെ വാസന പോലെ ഉള്ള സൗരഭ്യമായിരിക്കും Our life will be full of fragrance. നമ്മുടെ ജീവിതം സൗരഭ്യമുള്ള ഒരു ജീവിതമായി തീരും. Everybody will like us. മറ്റുള്ളവർ സൗരഭ്യം അത് ആസ്വദിക്കുന്നവർ. God likes us. ദൈവം സന്തുഷ്ടനായിരിക്കും. God's life will be glorified. ദൈവത്തിന്റെ നാമം അതിലൂടെ മഹത്വപ്പെടുവാനിടയാകും. So far we have seen 4 things now. 4 കാര്യങ്ങളാണ് നാം ഇതുവരെ കണ്ടത്. Number 1, concern of God. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ കരുതൽ. Number 2, complaints of God. രണ്ടാമതായി ദൈവത്തിന്റെ പരാതി. Number 3, call of God. മൂന്നാമതായിട്ട് ദൈവം നമ്മെ Number വിളിക്കുന്നു. 4, construction of God. ദൈവം നമ്മെ പണിയുന്ന കാര്യം നാം നാലാമത് കേട്ടു. If you don't like these 4, God is ready to show his condemnation. That is condemnation of God. ഈ 4 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് താല്പര്യമില്ല എങ്കിൽ ദൈവത്തിന് നമ്മളുള്ള ന്യായവിധിയാണ് നാം തുറന്നു കാണുന്നത്. God invites us to repent of our sins. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുവാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. He is very much ready to build our lives. അവൻ നമ്മുടെ ജീവിതത്തെ ശരിയായിട്ട് പണിതുറപ്പിക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവനായിരിക്കും. Every day we should be built up by the hands of God. ആകയാൽ ഓരോ ദിവസവും ദൈവത്തിന്റെ കരങ്ങളാൽ പണിത് ഉറപ്പുള്ളവരായി തീരേണ്ടിയിരിക്കുന്നു. If we neglect, there is one thing that is awaiting us, that is condemnation of God. നാം ഇത് അവഗണിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള ന്യായവിധിയാണ്. In the chapter 13 we can see the condemnation of God. 13ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് നാം കാണുന്നു. Chapter 13 verses 7, 8. In these 2 verses there is the condemnation of God. 7-8 വാക്യങ്ങൾ ദൈവത്തിന് നമ്മോടുള്ള ന്യായവിധിയെ കുറിച്ച് നാം കാണുന്നുണ്ട്. That condemnation is his anger will fall upon Israelites like a lion, like a leopard, like a bear, like a lioness, like a cruel beast. 5 things are mentioned in the verse 7 and 8. Chapter 13 verses 7 and 8. 13ാം അധ്യായത്തിന്റെ 7-8 കാര്യങ്ങളിൽ 8 അധ്യായങ്ങളിൽ 5 കാര്യങ്ങളെ കുറിച്ച് അവിടെ കാണുന്നുണ്ട്. His anger will fall upon the Israelites like a lion, ഒരു സിംഹത്തെ പോലെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ഉണ്ടാകും. like a leopard, പുള്ളിപ്പുലിയെ പോലെ അവരുടെ മേൽ ഉണ്ടാകും. like a bear, കുട്ടികളുടെ ഒരു കരടിയെ പോലെ, like a female lion, ഒരു സിംഹിയെ പോലെ, like wild ഒരു animals. കാട്ടുമൃഗത്തെ പോലെ. When the condemnation of God comes upon us, we cannot tolerate, we cannot escape from that. ദൈവത്തിന്റെ ന്യായവിധി നമ്മുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിനെ സഹിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. God is gracious, ദൈവം കരുണയുള്ളവനാണ്. at the same time God is consuming fire. അവൻ നമ്മുടെ കരുണയുള്ള ദൈവമാണ്. അതേസമയം തന്നെ God loves the sinner. ദൈവം പാപിയെ സ്നേഹിക്കുന്നവനാണ്. God hates the sin. എന്നാൽ ദൈവം പാപത്തെ വെറുക്കുന്നവനാണ്. So this morning once again check up our lives. ആകയാൽ ഇന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതങ്ങളെ Let's remember how much care he took for us. നമുക്ക് വേണ്ടി അവൻ എത്രമാത്രം കരുണയുള്ളവനാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർക്കുക. How much he is complaining against us. നമ്മളെ കുറിച്ച് എത്രമാത്രം പരാതിയുള്ളവനാണ് ദൈവം എന്നുള്ളത് ചിന്തിക്കുക. With how much love he is calling us. എത്രമാത്രം സ്നേഹത്തോടുകൂടി അവൻ നമ്മെ വിളിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. With how much diligence he is ready to build up our lives. നമ്മെ പണിയുവാനും നമ്മെ ഒരുക്കുവാൻ എത്രമാത്രം ഒരുക്കമുള്ളവനായിരിക്കും നമുക്ക് ചിന്തിക്കാം. With how much anger he is warning us. എത്രമാത്രം കോപത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെ കുറിച്ച് അവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്ന് ചിന്തിക്കുക. Understanding these 5 C's. ഈ 5 കാര്യങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ The summary of book of Hosea. ഹോശേയയുടെ പുസ്തകത്തിന്റെ സംക്ഷിപ്ത രൂപമായിരിക്കും. Let us prepare our hearts for worship. ആകയാൽ ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയങ്ങളെ അവന്റെ സന്നിധിയിൽ നമുക്ക് ഒരുക്കാം. Let us prepare our minds to worship our God with all repentance and readiness. സകല പശ്ചാത്തലത്തോടും ഒരുക്കത്തോടും കൂടെ അവന്റെ സന്നിധിയിൽ നിർമ്മല മനസ്സാക്ഷിയിൽ നമുക്ക് അവനെ ആരാധിക്കാം. God is good all the time. നമ്മുടെ ദൈവം എപ്പോഴും നല്ലവൻ തന്നെയാണ്. God is great all the time. ദൈവം എപ്പോഴും മഹത്വം ഉള്ള ദൈവം തന്നെയാണ്. Now and forever. അവൻ ഇന്നും എന്നേക്കും വലിയവനായിരിക്കും. May God bless this meditation for us. ഈ ചിന്തകൾ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തീരുമാനമാകട്ടെ. Thank you. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ അവിടെ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരുതലിനെ ഓർത്ത് ഞങ്ങളോട് സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിതി ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ അവിടുത്തെ സ്നേഹത്തോടുകൂടി ഞങ്ങളെ വിളിക്കുന്നവനും ഞങ്ങളെ പണിയുന്നവനും ആണ് എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ കരുതലിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സ്നേഹത്തിൽ നന്ദിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കി അവിടുന്ന് ഇറങ്ങി
സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ.